ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് 2023-24 അധ്യയന വർഷത്തെ മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാര അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ 2023-24 അതുപോലെ തന്നെ 22-23 അധ്യയന വർഷത്തേക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സോ അപ്പോൾ 2 ഇയറുകാരും ഇത് ശ്രദ്ധിക്കണം. ഈ ഒരു പ്രതിഭാ പുരസ്കാരം 2023-24 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തീകരിച്ച ബിരുദ വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ അത് 3 ഇയർ ആവാം, 4 ഇയർ ആവാം, 5 ഇയർ കോഴ്സസൊക്കെ ആവാം. 1 ലക്ഷം രൂപയാണ് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് വരുന്നത്. 1000 പേർക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലുള്ള 13 യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് കോളേജുകളിൽ പഠിച്ച ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഇതിൽ 2023-24 അധ്യയന വർഷം പഠനം പൂർത്തീകരിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ യോഗ്യത പറയുന്നത്. വെബ്സൈറ്റ് വരുന്നത് cmpratibaപുരസ്കാരം.kerala.gov.in എന്നാണ്. അപ്പോൾ ഈ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 26/2/2026 ആണ്. അപ്പോൾ ഈ ഒരു 2023-24 അധ്യയന വർഷം കോഴ്സ് പൂർത്തീകരിച്ച ആളുകൾ അത് മാർക്കിനനുസരിച്ചായിരിക്കും അർഹത ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. മറ്റുള്ള ലിസ്റ്റിൽ അഫിലിയേറ്റഡ് കോളേജുകളിൽ പഠിച്ചിട്ടുള്ള ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ കോഴ്സുകളിൽ റെഗുലറായിട്ട് 75% മുകളിൽ മാർക്കോടെ പഠനം പൂർത്തീകരിച്ചവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. നിങ്ങളുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പറയുന്ന രീതിയിലുള്ള കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള പെർസെൻറ്റേജ് ആയിരിക്കും സ്കോളർഷിപ്പിന് പരിഗണിക്കുന്നത്. സോ അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കുസാറ്റ്, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കുഹാസ്, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, പിന്നെ KIU, പിന്നെ കുഫോസ്, ദെൻ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്, ദെൻ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ്, ദെൻ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, കേരള കലാമണ്ഡലം. അപ്പോൾ ഇത്ര 13 യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതിൽ ഏത് യൂണിവേഴ്സിറ്റിയിലും അഫിലിയേറ്റഡ് കോളേജുകളിൽ പഠിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ അപ്പോൾ അപേക്ഷ ലഭിക്കുന്നതിൽ നിന്ന് മെറിറ്റ് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അർഹത ഉണ്ടാവുക. അതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയിലെയും ഡിഗ്രി വിഭാഗത്തിലെ ഓരോ വിഷയത്തിലും പഠിച്ച ആകെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടായിരിക്കും സ്കോളർഷിപ്പിൻ്റെ എണ്ണം പരിമിതപ്പെടുത്തുന്നത്. ദെൻ ഈ അപേക്ഷിക്കുന്ന ആളുകളുടെ വാർഷിക വരുമാനം 2.5 ലക്ഷത്തിലും താഴെയായിരിക്കണം, കവിയരുത്. യൂണിവേഴ്സിറ്റികളെ അഫിലിയേറ്റ് ചെയ്ത കോളേജിലെ വിഷയങ്ങൾക്ക് അനുസൃതമായി വെവ്വേറെ ആയിട്ടായിരിക്കും സ്കോളർഷിപ്പിന് പരിഗണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിൽ ഒരു വിഷയത്തിൻ്റെ വിവിധ സ്കീമുകളെ ഒരുമിച്ചായിരിക്കും പരിഗണിക്കുന്നതെന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റിയിൽ നിന്നും മിതമായ അപേക്ഷകളില്ലാത്ത പക്ഷം അതത് യൂണിവേഴ്സിറ്റികളെ മറ്റ് കോഴ്സുകളിൽ അർഹമായ വിദ്യാർത്ഥികളെ പരിഗണിക്കും. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികളെ ഈ ഒരു സ്കോളർഷിപ്പിന് പരിഗണിക്കുന്നതല്ല. സോ അപ്പോൾ ഇതൊരു ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് ലഭിച്ച ആളുകൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സിറ്റി, ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണമസ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ ഒരുമിച്ചായിരിക്കും പരിഗണിക്കുന്നത്. സ്കോളർഷിപ്പ് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, കൺസോളിഡേറ്റ് മാർക്ക് ലിസ്റ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യണം. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. പ്രിൻ്റ് ഔട്ട് അനുബന്ധ രേഖകളും കാര്യാലയത്തിൽ അയക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു വെബ്സൈറ്റിനകത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കൺസോളിഡേറ്റ് മാർക്ക് ലിസ്റ്റ്, പെൻ വരുമാന സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ബന്ധപ്പെടാവുന്നതാണ്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. നമുക്കൊരു വെബ്സൈറ്റ് ഒന്ന് നോക്കാം. ഈ ഒരു വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടുന്നത്. ഇവിടെ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. സോ അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ദെൻ ആധാർ ഡീറ്റെയിൽസ്, ഈ ഒരു ഇൻഫർമേഷനൊക്കെ നൽകിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 2022-23 അധ്യയന വർഷത്തെ ഇതുപോലെ തന്നെ ഈ ഒരു പുരസ്കാരം നൽകുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു 2022-23 അധ്യയന വർഷം വിജയകരമായി പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. സോ അപ്പോൾ അവർക്കും അപ്ലൈ ചെയ്യാം. അവസാന തീയതി വരുന്നത് 20/2/2026 ആണ്. വെബ്സൈറ്റും സെയിം വെബ്സൈറ്റാണ് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്. സോ അപ്പോൾ ഈ ഒരു അതായത് 2022-23-24 വർഷങ്ങളിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.